സെമി ടസർ സാരീസ്. നല്ല റിച്ച് ആയിട്ട് നിൽക്കുന്ന സെമി ടസർ സാരി ഡിജിറ്റൽ പ്രിൻ്റ് ചെയ്തേക്കാണ് കേട്ടോ. നമ്മൾ പ്രിൻറ്റഡ് ടസേഴ്സൊക്കെ കാണില്ലേ, അതേ ലുക്ക് ആൻഡ് ഫീലിൽ വന്നിരിക്കുന്ന ടസസ് സെമി ടസ ഫാബ്രിക്കിൽ വന്നിരിക്കുന്ന സാരി. ഇതിൻ്റെ കൂടെ ബോർഡർ ഡീറ്റെയിലിംഗ് വന്നിരിക്കുന്നത് മെഷീൻ എംബ്രോയിഡേർഡ് കട്ട് വർക്ക് പാറ്റേൺ ആണ് കേട്ടോ. ഫുൾ ബോർഡേഴ്സിലും 4 ബോർഡേഴ്സിലും, അതായത് അപ്പോൾ ആ ലോവർ ബോർഡറിൽ ഒരേ രീതിയിലുള്ള കട്ട് വർക്ക് ബോർഡർ ഡീറ്റെയിലിംഗ് ആണ് വന്നിരിക്കുന്നത്. ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ആ ബോർഡർ ഡീറ്റെയിലിംഗ് വന്നിരിക്കുന്ന ഒരു ദേശി ടസറിൻ്റെ ഒരു ഫിനിഷ് വരുന്ന ഫാബ്രിക്കില്ലേ, അതേപോലത്തെ ഡിജിറ്റൽ പ്രിൻറ്റ് പാറ്റേൺ ആണ് വന്നിരിക്കുന്നത്. അതിലാണ് എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് വന്നിരിക്കുന്നത്. കണ്ടോ, ഈ ബോർഡറിൻ്റെ ഒരു ക്ലോസർ വ്യൂ നോക്കിക്കഴിഞ്ഞാൽ ബോർഡറിൽ ഒരു പ്രിൻറ്റ് പാറ്റേൺ വന്നിരിക്കുന്നത് നമ്മൾ ദേശി ടസറിൽ ഒരു ലൈറ്റ് ആൻഡ് ഡാർക്ക് കളർ ഗ്രഡേഷനിൽ വീവിങ് സ്റ്റൈൽ വരില്ലേ, ആ ഒരു വീവിങ് സ്റ്റൈലിലാണ് ഇതിൻ്റെ ബോർഡർ ഡീറ്റെയിലിംഗ് വന്നിരിക്കുന്നത്. കണ്ടോ, ബോർഡർ ഡീറ്റെയിലിംഗ് ആ ബോർഡറിൻ്റെ മുകളിലാണ് ഒരു ആൻറ്റിക് ബേജ് കളറിലുള്ള ത്രെഡ് യൂസ് ചെയ്തിട്ട് കട്ട് വർക്ക് ഡീറ്റെയിലിംഗ് വന്നിരിക്കുന്നത്. ബോഡിയിൽ ഫുള്ളായിട്ട് ഇതുപോലെ തന്നെ ആ ഒരു ഡിജിറ്റൽ പ്രിൻറ്റ് ഡീറ്റെയിലിംഗ് ആണ് വന്നിരിക്കുന്നത്. ശരിക്കും ഒരു ലോങ്ങോ വ്യൂവിൽ നോക്കിക്കഴിഞ്ഞാൽ പ്യുർ ദേശി ടസർ സാരി, ഡിജിറ്റൽ പ്രിൻറ്റഡ് ദേശി ടസർ സാരി ആണെന്നാണ് തോന്നുള്ളൂ കേട്ടോ. അപ്പം നല്ല ഭംഗിയുള്ള സാരി. ഈ ബോർഡറിലുള്ള ആ പ്രിൻറ്റ് പാറ്റേൺ തന്നെ ഉള്ള മെറ്റീരിയലിലുള്ള ബ്ലൗസും കൂടെയാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്നത്. ഒരുപാട് കളർ വേരിയൻസിൽ നമുക്കിത് അവൈലബിൾ ആണ്. BLD 210 എന്ന കോഡിലാണ് ഈ പ്രോഡക്റ്റ് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. BLD 210 പ്രൈസ് അല്ലേ 3399 ആണ് കേട്ടോ പ്രൈസ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ഡിഫറെൻറ്റ് കളർ ടോൺസിൽ വന്നിട്ടുണ്ട്. നമുക്ക് കളേഴ്സ് ഓരോന്നോരോന്നായിട്ട് കാണാം. നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ടോൺ, ഒരു മോപ്പിംഗ് ടോൺ ആൻഡ് ഒരു സ്കൈ ബ്ലൂവിൻ്റെ ഷെയ്ഡ്, ബ്ലൂവിൻ്റെ ഡിഫറെൻറ്റ് ടോൺസ് വന്നിരിക്കുന്ന ഒരു ഷെയ്ഡിങ് പാറ്റേൺ. ഈ ഒരു 4 ഡിഫറെൻറ്റ് കളേഴ്സിലാണ് ഈ പ്രോഡക്റ്റ് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. എല്ലാത്തിൻ്റെയും ബോർഡർ ഡീറ്റെയിലിംഗ് വന്നിരിക്കുന്ന ആ ഒരു ബോഡി കളറിൻ്റെ സെയിം കോമ്പിനേഷനിൽ വരുന്ന ദേശി ടസറിൻ്റെ ഒരു പ്രിൻറ്റ് പാറ്റേണിൽ വന്നിരിക്കുന്ന ബോർഡേഴ്സ്, അതിൽ ഫ്ലോറൽ പാറ്റേൺസ് കട്ട് വർക്ക് ചെയ്തേക്കാണ് കേട്ടോ. ഇതിന് ഇനി നമുക്ക് സാരിയുടെ ഓപ്പൺ ലുക്കും കൂടെ കാണാം. എന്നാലും ബ്ലൗസിൻ്റെ ഡീറ്റെയിൽഡ് വ്യൂ കാണണമെങ്കിൽ ഓപ്പൺ ലുക്ക് കാണണം. അപ്പോൾ ഫസ്റ്റ് സാരി വന്നിരിക്കുന്നത് ഇത് ഗ്രീൻ ടോൺ, പേസ്റ്റൽ ആൻഡ് ഡാർക്ക് ഒലീവ് ഗ്രീൻ ടോണിൽ വന്നിരിക്കുന്ന സാരി. BLD 210B വേരിയൻ്റ് ആണ്. 3399 ആണ് കേട്ടോ പ്രൈസ് വന്നിരിക്കുന്നത്. ഇത് ഡിജിറ്റൽ പ്രിൻറ്റഡ് സാരി ആയതുകൊണ്ടാണ് അതിൻ്റെ റിവേഴ്സ് സൈഡിൽ വൈറ്റ് കളറിലിരിക്കുന്ന ഡിജിറ്റൽ പ്രിൻറ്റഡ് സാരീസിലാണ് കണ്ടോ. ഇതാണ് ഇതിൻ്റെ സാരിയുടെ ബോഡി വരുന്നത്. ആൻഡ് ബ്ലൗസ് പെയർ ചെയ്തേക്കുന്നത് ഇതാണ് ബ്ലൗസിൻ്റെ മെറ്റീരിയൽ വന്നിരിക്കുന്നത്. ബ്ലൗസ് പെയർ ചെയ്തേക്കുന്നത് ഒരു ദേശി ടസറിൻ്റെ ആ ഒരു ലുക്കിൻ ഫീലിൽ വരുന്ന ഒരു പ്രിൻറ്റ് ഡിസൈനാണ് ബ്ലൗസിൽ വന്നിരിക്കുന്നത് കേട്ടോ. ഫുൾ സാരിയിൽ കട്ട് വർക്ക് ഡീറ്റെയിലിംഗ്. BLD 210B വേരിയൻ്റ് ആണ്. 3399 ആണ് പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് കളർ കാണാം. ഒരു ബേൺഡ് ബ്രിക്ക് ഷെയ്ഡ് ആൻഡ് ഒരു മോപ്പിംഗ് ഷെയ്ഡിൽ വരുന്ന ബോർഡർ സാരിയുടെ ഡീറ്റെയിലിംഗ് ആണ് കേട്ടോ. പ്രിൻറ്റ് ഡിസൈൻ വന്നേക്കുന്നത് അങ്ങനെയാണ്. ഒരു ഡയമണ്ട് ഷേപ്പിലുള്ളൊരു പാറ്റേൺ, അതിൽ തന്നെ ഇതേ രീതിയിലുള്ള പ്രിൻറ്റ് ഡിസൈൻ 4 കോർണേഴ്സിലും കട്ട് വർക്ക് ഡീറ്റെയിലിംഗ് ഒക്കെ വന്നേക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. ആൻഡ് ബ്ലൗസ് പെയർ ചെയ്തേക്കുന്നത് പ്രിൻറ്റ് ഡിസൈൻ വന്നേക്കുന്നത് ഇതാണ്. ബ്ലൗസിൻ്റെ പ്രിൻറ്റ് ഡിസൈൻ വന്നേക്കുന്നുണ്ടോ, ആ ദേശി ടസറിൻ്റെ സെയിം ഫീലിൽ വരുന്ന ബ്ലൗസിൻ്റെ പ്രിൻറ്റ് ഡിസൈൻ. BLD 210C വേരിയൻ്റ് ആണ് കേട്ടോ. 3399 ആണ് പ്രൈസ് വരുന്നത്. നെക്സ്റ്റ് കളർ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ളൊരു ബ്ലൂ, ഒരു മെറ്റാലിക് ബ്ലൂ ടോൺ വിത്ത് ഡാർക്കർ ബ്ലൂവിൽ ദേശി ടസർ ഫിനിഷിൽ വരുന്ന ബോർഡർ ഡീറ്റെയിലിംഗ് ആൻഡ് കട്ട് വർക്ക് ഡീറ്റെയിലിംഗ്. ഒരു സാരിയുടെ ഓപ്പൺ ലുക്ക് ഇങ്ങനെയാണ് വരുന്നത്. നല്ല ഭംഗിയുള്ള സാരിയാണ്, നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷനുമാണ് കേട്ടോ. ഒരുപാട് അങ്ങനെ ഷൈനിങ് ഒന്നുമില്ല. സെമി ടസർ എന്ന് പറയുമ്പോൾ പലർക്കും ഒരു കൺസേൺ ഉണ്ട്, ഒരുപാട് ഷൈനിങ് ഉള്ള മെറ്റീരിയൽ ആണോ എന്ന്. ഒരുപാട് ഷൈനിങ് ഒന്നുമില്ല, നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ. ഇതാണ് ബ്ലൗസ് ഡീറ്റെയിലിംഗ് വന്നേക്കുന്നത്. ഇതിൻ്റെ കട്ട് വർക്ക് ഡീറ്റെയിലിംഗ് ഒന്ന് ക്ലോസറായിട്ട് ഒന്ന് വിജയ് ഭയ്യ. ഇതാണ് കട്ട് വർക്ക് ഡീറ്റെയിലിംഗ് വന്നേക്കുന്നത്. മെഷീൻ കട്ട് വർക്കാണ്. മെഷീൻ കട്ട് വർക്കിൽ ഇത് നമ്മൾ ചെയ്യുന്നത് കമ്പ്യൂട്ടറൈസ്ഡ് മെഷീൻ യൂസ് ചെയ്തിട്ട് ആ ഒരു എഡ്ജസ്, ആ ഒരു ഹണികോമിൻ്റെ ആ ഉള്ളിലുള്ള പോർഷൻസ്
ഇങ്ങനൊരു ഒരു ഇത് പ്രസ് ചെയ്തിട്ട് അത് എടുത്ത് കളയുക, റിമൂവ് ചെയ്ത് കളഞ്ഞ് വരുന്ന കട്ട് വർക്ക് ഡീറ്റെയിലിംഗ് ആണ് കേട്ടോ. ഇതാണ് സാരിയുടെ കട്ട് വർക്ക് ഡീറ്റെയിലിംഗ് വരുന്നത്. BLD 210 എന്ന കോഡിൽ 4 ഡിഫറെൻറ്റ് കളർ ടോൺസ്. BLD 210 കോഡിൽ 4 ഡിഫറെൻറ്റ് കളർ ടോൺസിലാണ് വന്നേക്കുന്നത്. BLD 210 ABCDE 4 വേരിയൻസ് ആയിട്ടാട്ടോ വന്നേക്കുന്നത്. 3399 ആണ് പ്രൈസ് റേഞ്ച് വന്നേക്കുന്നത്. ചെക്ക് ഇറ്റ് ഔട്ട് അറ്റ് www.aham.store. ഇതിൽ ഏത് ഷെയ്ഡ് ആദ്യം കാണിക്കണം? റെഡ് കാണിക്കാം അല്ലേ? യെസ്. അപ്പോൾ റെഡ് ഷെയ്ഡാണ് ആദ്യം നമ്മൾ കാണാൻ പോകുന്നത്. ഇതിനകത്ത് സിൽവർ സെറി ബോർഡറായിട്ട് വന്നിരിക്കുന്ന ഒരു സിമ്പിൾ സാരിയാണ്. നമുക്ക് ബഡ്ജറ്റ് റേഞ്ചിൽ നമുക്കൊരു ബഗൽപുരി ലിനനിൽ നമുക്കൊന്ന് എന്താ പറയുക, ഒരു കുഴഞ്ഞു കിടക്കുന്ന സാരിയാണ് കേട്ടോ. ഉടുക്കാനൊക്കെ ഭയങ്കര സുഖമാണ്. ലൈറ്റ് വെയ്റ്റ് സാരിയാണ്. ലിനൻ ഫിനിഷിൽ വന്നിരിക്കുന്ന കാരണം തന്നെ ഒരു സെൽഫ് സ്ട്രൈപ്പ് വന്നിട്ടുള്ള ലിനൻ ഫിനിഷാണ്. അതിനകത്ത് ബോഡി ഫുള്ള് സെൽഫ് സ്ട്രൈപ്പ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു വീവിങ് സ്റ്റൈലാണ് കേട്ടോ. നമുക്ക് കോട്ടയിലൊക്കെ വരത്തില്ലേ ഒരു സെൽഫ് സ്ട്രൈപ്പ്, അതുപോലത്തെയുള്ള ഒരു ഫീലാണ്. പക്ഷേ ഇത് ഞാൻ ഒരു ലെയറിൽ കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ റോങ് സൈഡും റൈറ്റ് സൈഡും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഇതിൻ്റെ അകത്ത് വരത്തില്ല. ഏകദേശം സെയിം പോലെ തന്നെയാണ്. അതിനകത്ത് ആക്ച്വലി ഒരു വ്യത്യാസവും ഇല്ല റൈറ്റ് സൈഡും റോങ് സൈഡും. അതിൻ്റെ ഒരു വീവിങ് ടെക്നിക്കലായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഉള്ള റൈറ്റ് സൈഡും റോങ് സൈഡും മാത്രമേ അതിൻ്റെ അകത്ത് വരത്തുള്ളൂ. ഇത്രയും ഒരു ട്രാൻസ്പെറൻസി ഇങ്ങനത്തെ ഉള്ള ഒരു ലുക്കിലാണ് വന്നിരിക്കുന്നത്. ഭയങ്കര ഒരു ട്രാൻസ്പെറൻസി ഒന്നും വരുന്നില്ല. ഇതാണ് എൻ്റെ ഈ സാരീസിൽ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഇഫ് യു വോണ്ട് ടു പെയർ ഇറ്റ് വിത്ത് റിയലി ഗുഡ് പ്രിൻറ്റഡ് ബ്ലൗസ് പീസസ് യു കൻ ആക്ച്വലി പെയർ ഇറ്റ്. ഇപ്പം ഞാനിപ്പോൾ വെയർ ചെയ്തിരിക്കുന്നത് എനിക്ക് തോന്നുന്നത് പീച്ചിൻ്റെ കൂടെ ആയിരിക്കും പറ്റും. ഇതേപോലത്തെയുള്ള കോമ്പിനേഷൻസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രിൻറ്റഡ് ബ്ലൗസ് പീസിനകത്തൊക്കെ നമുക്ക് കിട്ടും ഇതേപോലത്തെ ഫാബ്രിക്സ്. അങ്ങനെയൊക്കെ പെയർ ചെയ്യാൻ ആക്ച്വലി നല്ലതാണ്. സോ ദിസ് ഇസ് ദി ഫസ്റ്റ് റെഡ് ഷെയ്ഡ്. റെഡ് എന്ന് പറഞ്ഞാലും ഒരു ലൈറ്റ് ഫീൽ അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. ഭയങ്കര റെഡ് എന്നല്ല, ആ ഒരു ലിനൻ ഫിനിഷിൻ്റെ അകത്ത് വന്നിരിക്കുന്നത്. ലിനൻ്റെ റെഡ് എന്ന് പറയുമ്പോഴത്തേക്ക് അത്രയും ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ലുക്കല്ല. ഇതാണ് എൻ്റെ. അപ്പം നമുക്കിതിൻ്റെ അകത്ത് പ്ലീറ്റ്സ് ഒക്കെ എടുക്കാനൊക്കെ വളരെ കൺവീനിയൻ്റ് ആണ്. ഉടുത്തോണ്ട് നടക്കാനില്ല, ക്യാരി ചെയ്യുമ്പോഴത്തേക്ക് നമ്മളിപ്പം 9 to 5 ജോബിലൊക്കെ ഉള്ളവരാണ്, കുറച്ച് ആക്റ്റീവാണ്, ആൻഡ് യു വെയർ സാരീസ്. ഈവൻ ടീച്ചേഴ്സ് ആണെങ്കിൽ പോലും നമുക്ക് ദേ വെയർ സാരീസ് ആൻഡ് ദേ ഹാവ് ടു മൂവ് അറൗണ്ട് ക്വയറ്റ് എ ലോട്ട്. ആൻഡ് അത് അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ഇത് ഉടുത്തോണ്ട് നടക്കാൻ എളുപ്പമുള്ള സാരിയാണ് കേട്ടോ. എനിക്ക് അങ്ങനത്തെ സാരീസ് ഇപ്പോൾ മൽക്കോട്ടൺ ഒക്കെ വരുമ്പോഴത്തേക്ക് നമുക്കൊരു സുഖമില്ലേ എടുക്കാൻ, അതുപോലത്തെ ഉള്ള ഒരു സുഖമുള്ള സാരിയാണ് എടുക്കാനായിട്ട്. പല്ലുവിൽ ഒരു ടിഷ്യൂ വീവിങ് സ്റ്റൈല് വരുന്നുണ്ട്. ആ ഒരു സിമ്പിൾ സിഗ്നേച്ചർ ലുക്ക്. ആൻഡ് ബ്ലൗസ് റണ്ണിങ്ങിൽ തന്നെ സെയിം ലുക്ക് തന്നെയാണ് ബ്ലൗസിൽ വന്നിരിക്കുന്നത്. നെക്സ്റ്റ് ഷെയ്ഡ് ഇസ് ദ വൺ ആക്ച്വലി വിച്ച് സൂട്ട്സ്, അല്ലെങ്കിൽ ഞാൻ വെയർ ചെയ്തിരിക്കുന്നതായിട്ടൊരു ബ്ലൗസ് പോലെ വെയർ ചെയ്യണമെങ്കിൽ കറക്റ്റായിട്ട് വരുന്നത്. ഇതാണ് എൻ്റെ പീച്ച് ടോൺ. പീച്ച് ഷെയ്ഡ് വിത്ത് സിൽവർ സറി ബോർഡർ. ആൻഡ് ഇതും അതിനകത്ത് ഇപ്പോൾ ക്ലോസറിൽ നോക്കുമ്പോഴത്തേക്ക് യു ക്യാൻ മേ ബി ഫിഗർ ഔട്ട് ദ സെൽഫ് സ്ട്രൈപ്പ് ലുക്ക്. അതിനകത്ത് ആ ഒരു വീവിങ് സ്റ്റൈലിൽ സെൽഫ് സ്ട്രൈപ്പും കൂടെ ഒന്ന് ചെയ്തേക്കുന്നതാണ്. ആൻഡ് ദെൻ വി ഹാവ് എ മജന്ത ടോണിലോട്ട് പോയിട്ടുണ്ട്. ഭയങ്കര ബ്രൈറ്റ് അല്ല, പിങ്കിൻ്റെ ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ. ബിക്കോസ് ഇറ്റ്സ് ലൈറ്റർ ലുക്കിംഗ്. നല്ല ഭംഗിയുള്ള കളറാട്ടോ, നമുക്ക് എല്ലാവർക്കും ചേരുന്ന ഷെയ്ഡ്സാണ് ഇതെല്ലാം. സിൽവർ സറി ബോർഡർ. This is the whole look. ആൻഡ് ബ്ലൗസ് അതിനകത്ത് വേറെ ഡീറ്റെയിൽ ഒന്നും വരുന്നില്ല. ഞാൻ കളർ വേരിയൻസ് കൂടുതലായിട്ടും കാണിക്കാനും പിന്നെ ആ ഒരു ഐഡിയ ടു ആക്ച്വലി പെയർ ഇറ്റ് വിത്ത് എ ലോട്ട് ഓഫ് പ്രിന്റഡ് കോമ്പിനേഷൻസ് ഓർ ഇക്കത്ത് പോലത്തെ കോമ്പിനേഷൻസ് ഒക്കെ ആയിട്ട് നമുക്ക് പെയർ ചെയ്യണമെങ്കിൽ ആക്ച്വലി നല്ലതാണ്. സോ മേ ബി ലൈക്ക് യുനോ ദിസ് ആക്ച്വലി ലുക്സ് ഗുഡ്. ഈ ഒരു കോമ്പിനേഷൻ ഇസ് വെരി നൈസ്. ബർഗൻഡി പോലത്തെയുള്ള കോമ്പിനേഷൻസിൻ്റെ കൂടെയൊക്കെ പെയർ ചെയ്യാൻ നല്ല ഭംഗിയാണ്. തിങ്സ് ലൈക്ക് ദാറ്റ് ആക്ച്വലി. അപ്പോൾ അങ്ങനത്തെ സാരീസ് വെയർ ചെയ്യുമ്പോഴത്തേക്ക് യു ലാക്ക് പെട്ടെന്ന് നമുക്ക് നോക്കുമ്പോഴത്തേക്ക് ഒരു ഡിഫറൻസ് തോന്നും. എനിക്ക് വിത്ത് ബ്ലൗസിനെക്കാട്ടിലും കൂടുതൽ ഇതേപോലെയുള്ള കോൺട്രാസ്റ്റ് കോമ്പിനേഷൻസ് ഭയങ്കര ഇഷ്ടമാണ്. ഗിവ്സ് യു മോർ ലേഡ് ബാക്ക് കാഷ്വൽ ലുക്ക്. എഫേർട്ട്ലെസ് ആയിട്ടുള്ള ഒരു സ്റ്റൈൽ ഫീൽ നമുക്കവിടെ കിട്ടുകയും ചെയ്യും. പെയിൽ സോഫ്റ്റ് യെല്ലോ, ക്രീമി യെല്ലോ ഷെയ്ഡ്. അപ്പോൾ SKയുടെ കോഡിലാണ് വന്നിരിക്കുന്നത്. 1399 റേഞ്ചിൽ വന്നിരിക്കുന്ന ലൈറ്റ് വെയ്റ്റ് ലിനൻ ഫിനിഷ് സാരി.
ഇന്നൊരു കാഷ്വൽ വെയറിന് പറ്റുന്നതും ആൻഡ് ഒരു സട്ടിൽ ലുക്കിൽ ആൻഡ് നമ്മളെ ഇന്ത്യൻ ട്രഡീഷണൽ ഫാബ്രിക്സിനകത്തൊക്കെ വരുന്ന ഒരു ലുക്കുണ്ടല്ലോ, ആ ഒരു ഭംഗി വരുന്ന ഒരു ലുക്കാണ്. ആൻഡ് ഇത് പ്യുവർ കോട്ടണിൽ, കോറ കോട്ടണിൽ ഹക്കോബ ചെയ്തിട്ടുള്ള കോമ്പിനേഷൻ വിത്ത് ബ്ലോക്ക് പ്രിൻറ്റഡ് യോക്ക്, മിറർ വർക്ക് ഡീറ്റെയിൽ, ഹാൻഡ് എംബ്രോയിഡറി മോട്ടീഫിനെ ഹൈലൈറ്റ് ചെയ്തിട്ട് കൂടെ ഷിഫോൺ ദുപ്പട്ടയാണ് കേട്ടോ പെയർ ചെയ്തിരിക്കുന്നത്. അതും ബ്ലോക്ക് പ്രിൻറ്റഡ് ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. നല്ല കളർ കോമ്പിനേഷൻസ് ആണ്. ഇതിൻ്റെ ആ ഒരു കോമ്പിനേഷൻസ് ആണ് അതിനകത്ത് ഒരു ബെസ്റ്റ് പാർട്ട്. അതിൻ്റെ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ വി ഹാവ് ഒരു സീ ബ്ലൂ അല്ലെങ്കിൽ ഒരു ടീൽ ടോണിലോട്ട് പോയേക്കുന്ന ബ്ലൂവിൻ്റെ കൂടെ ഒരു റോയൽ ടോൺ. അത് റോയൽ ടോൺ ഭയങ്കര ബ്രൈറ്റായിട്ട് കോട്ടൻ്റെ അകത്ത് വരത്തില്ല, അത് നല്ല സട്ടിൽ കളറാണ്. ആൻഡ് അതിനകത്ത് ടീലിനെ തന്നെ ഹൈലൈറ്റ് ചെയ്തേക്കാണ് വിത്ത് സെറി ആൻഡ് ത്രെഡ്, മിറർ വർക്ക് ഡീറ്റെയിൽ സ്കാറ്റേഡ് ആയിട്ട് കൊടുത്തിട്ടുമുണ്ട്. ഇത് തന്നെ നമുക്ക് ഈ ഒരു സെയിം പ്രിൻ്റ് തന്നെ ലോവർ പോർഷനിലും വന്നിട്ടുണ്ട് കേട്ടോ. ആ ഒരു കോമ്പിനേഷൻ സെയിം കളർ കോമ്പിനേഷനിൽ തന്നെ ബോർഡർ ലുക്ക് കൊടുത്തിട്ടുള്ളത്. അത് ഹക്കോബ ഫാബ്രിക്കിൻ്റെ മുകളിലാണ് അന്നത്തെ ആ ഒരു എംബ്രോയിഡറി ബ്ലോക്ക് പ്രിൻറ്റ് ചെയ്തേക്കുന്നതെല്ലാം പ്യുവർ ഹാൻഡ് ബ്ലോക്ക് ആണ്. അപ്പോഴത്തേക്ക് വി ഹാവ് ടു റിയലി ടേക്ക് കെയർ ഓഫ് ഇറ്റ്. ഷെയ്ഡ് ഡ്രൈയിങ് ചെയ്യുക, റിവേഴ്സ് സൈഡിലിട്ട് തന്നെ ഡ്രൈ ചെയ്തിട്ട് എടുക്കുക കേട്ടോ. ആൻഡ് ദുപ്പട്ടയും അതുപോലെ തന്നെ. ദുപ്പട്ട നമുക്ക് ആവശ്യമില്ലാന്നുണ്ടെങ്കിൽ വാഷ് പോലും ചെയ്യണം എന്നില്ല കേട്ടോ. നമുക്കത് ജസ്റ്റ് ഒന്ന് ഡിപ്പ് വാഷ് ചെയ്ത് ക്ലിയർ ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ ഇതിൻ്റെ ബോട്ടം വന്നേക്കുന്നത് കോട്ടൺ ബോട്ടമാണ് ഇതിൻ്റെ കൂടെ വെയർ ചെയ്തിരിക്കുന്നത്. പ്രീ വാഷ്ഡ് ആണ്, സോ യു വിൽ നോട്ട് ഹാവ് ടു വറി അബൌട്ട് ഷ്രിങ്കേജ്. പ്രീ വാഷ് ആയിട്ട് വന്നിരിക്കുന്നതുകൊണ്ട് യു ക്യാൻ ഡയറക്റ്റ്ലി നമുക്ക് സ്റ്റിച്ചിങ്ങിന് കൊടുക്കാനും പറ്റും കേട്ടോ. അപ്പോൾ കളർ കോമ്പിനേഷൻസ് എല്ലാം ഒന്ന് നോക്കാം. ഫസ്റ്റ് ബ്ലൂ ടോൺ ആയിരുന്നു, പിന്നെ വന്നിരിക്കുന്നത് ഗ്രീൻ ആൻഡ് ഓറഞ്ച് വിത്ത് മെറൂൺ കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നത് ഓറഞ്ച് ബോട്ടമാണ്. ഒരു നല്ലൊരു ഓറഞ്ച് ബേസാണ്, നല്ല കളറാണ്. 1799 റേഞ്ചിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. നല്ല പ്രൈസ് റേഞ്ചാണ്. സർക്കുലർ ഹക്കോബ മോട്ടീഫ് പാറ്റേണിലാണിത് ചെയ്തേക്കുന്നത്. അതിൻ്റെ ഫുൾ ലുക്ക് ഷിഫോൺ ആയതുകൊണ്ട് തന്നെ ക്യാരി ചെയ്യാനൊക്കെ വളരെ കൺവീനിയൻ്റ് ആണ് കേട്ടോ. ഭയങ്കര കംഫർട്ടബിളായിട്ട് ക്യാരി ചെയ്യാൻ പറ്റും. ആ ഒരു ഷെയ്ഡഡ് ആയിട്ടുള്ളൊരു ലുക്കിലാണ് വന്നിരിക്കുന്നത്. ആഞ്ചൽ പോർഷനിൽ വൈറ്റും ഓഫ് വൈറ്റും മിഡ് പോർഷനിലാണ് അതിൻ്റെ ഒരു ബോട്ടത്തിൻ്റെ അതേ ഷെയ്ഡിൽ വന്നിരിക്കുന്നത് ദുപ്പട്ട ചെയ്തേക്കുന്നത്. ആൻഡ് ഈ ഒരു ബ്ലോക്ക് പ്രിൻ്റ് ഒരു സ്കാറ്റേഡ് ആയിട്ടുള്ള ഒരു ഫീലിൽ വന്നിരിക്കുന്നത്. ബ്ലോക്സ് ആണ്, അത് മൾട്ടിപ്പിൾ പ്രിൻ്റ് കോമ്പിനേഷനിലാണ് ചെയ്തേക്കുന്നത്. സെൻറ്ററിൽ ഒരു ജാൽ പാറ്റേൺ, സിഗ്സാഗ് ഡിസൈൻ ആൻഡ് ബോർഡർ ത്രൂ ഔട്ട് ഒരു സിംഗിൾ മോട്ടീഫ് ഫ്ലോറൽ ലുക്കും കൂടെ കൊടുത്ത് ചെയ്തേക്കുക. സോ ടോൺ ടു ടോൺ ആണ്, അപ്പോൾ ഇറ്റ് ഡസൻറ്റ് സ്റ്റാൻഡ് ഔട്ട് ടു മച്ച്. നെക്സ്റ്റ് ഇസ് എ പിങ്ക് ആൻഡ് ഗ്രേ കോമ്പിനേഷൻ വിത്ത് റെഡ്. നല്ലൊരു ബ്രൈറ്റ് ലുക്കിൽ വന്നിരിക്കുന്ന ലുക്കാണ് കേട്ടോ. ഇറ്റ്സ് വെരി കൺവീനിയൻറ്റ്. ആൻഡ് ഇതിൻ്റെ യോക്കിൻ്റെ ഹൈലൈറ്റ് ചെയ്തേക്കുന്നതിൻ്റെ അവിടെ ഒരു ലേസ് ഡീറ്റെയിൽ വരുന്നുണ്ട്. ദിസ് വൺ ഹാവ് അനദർ ഡീറ്റെയിൽ. I've almost missed it. ബാക്ക് ഫുള്ള് ഈ ഒരു പ്രിൻറ്റഡ് ലുക്കാണ് വന്നിരിക്കുന്നത്. ആ ഒരു പ്രിൻറ്റഡ് ഡിസൈനാണ് ദുപ്പട്ടയിലും വന്നിരിക്കുന്നത് കേട്ടോ. സോ ഇറ്റ് ലുക്ക് റിയലി നൈസ് ആണ് അതിൻ്റെ ലുക്ക്. അപ്പോൾ നമുക്കിതിനകത്ത് ദുപ്പട്ടയ്ക്കും ദുപ്പട്ടയല്ല സ്ലീവിന് നമുക്ക് ഈ ഒരു പാനൽ കൊടുത്ത് ഫിനിഷ് ചെയ്യാം കേട്ടോ. കുഞ്ഞ് പാനൽ അതിനകത്ത് കൊടുത്താൽ മതി. സോ ദിസ് ഇസ് ദി ലുക്ക്. പിങ്ക് ആണ് ബോട്ടം ആൻഡ് ദുപ്പട്ട ഇസ് ഓൾസോ പിങ്ക്. ദുപ്പട്ടയിലും ഈ ഒരു ലേസ് എഡ്ജ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫിനിഷിങ്ങിനായിട്ട്. അതിൻ്റെ ഫുൾ ലുക്ക്. ആൻഡ് ലാസ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നത് ഈ കളർ കോമ്പിനേഷനും നല്ല രസമുണ്ട് കേട്ടോ. മൾട്ടി കളറായിട്ട് വരുമ്പോൾ ഇറ്റ്സ് വെരി പ്രിറ്റി. ഗ്രീൻ, ബ്ലൂ ആൻഡ് റെഡിൻ്റെ കോമ്പിനേഷൻ. ബ്ലോക്ക് പ്രിൻറ്റഡ് ലുക്ക്. ഈ ഒരു സിഗ്സാഗ് പ്രിൻറ്റും ബോർഡർ പ്രിൻറ്റും ഒക്കെ തന്നെയാണ് ദുപ്പട്ടയിൽ നമുക്ക് റിപ്പീറ്റായിട്ട് വന്നിരിക്കുന്നത്. അതാണ് അതിൻ്റെ ബാക്ക് പാനൽ. ടോപ്പ് ആൻഡ് ദിസ് ഇസ് ദി ദുപ്പട്ട. ആണല്ലേ ഫുൾ ലുക്ക് വരുന്നത്. അപ്പോൾ SW1621 എന്ന കോഡിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത് 1799. റെഡി ടു ഡിസ്പാച്ച് ആയിട്ടും റീറ്റെയിൽ ഔട്ട്ലെറ്റ്സിലും ഈ കളക്ഷൻസ് എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു വേരിയേഷനിൽ നമുക്ക് വേറെ ഒരു കോഡും കൂടെ നമുക്ക് അവൈലബിൾ ആണ്. SW1620 ആണെന്ന് തോന്നുന്നു. രണ്ടും നമുക്ക് ഈ ഒരു സിമിലർ ലുക്കിൽ ചെറിയ ഡിഫറൻസ് കൂടി വന്നിട്ടുണ്ട്. ഡെഫിനറ്റ്ലി ഈ ഒരു ട്രൈ.